എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിമെൻഷ്യ അല്ലെങ്കിൽ ഈ മറവി രോഗത്തിനെ കുറിച്ചിട്ടാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് നമുക്ക് ഹോമിയോപ്പതിയിൽ ഏതൊക്കെ തരം ചികിത്സകളാണ്, ഇതിനെ എങ്ങനെ മാനേജ് ചെയ്യുന്നതൊക്കെ ഉള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി നമുക്കിന്ന് രാജേഷ് ഡോക്ടർ എത്തിയിട്ടുണ്ട്. രാജേഷ് ഡോക്ടർ വൈറ്റ് മെമ്മോറിയൽ ഹോമിയോപ്പതി കോളേജിൻ്റെ അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഡോക്ടർ ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്കിന്ന് വിശദീകരിച്ച് പറഞ്ഞു തരുന്നതായിരിക്കും. ഡോക്ടർ, നമ്മൾ ഈ ഹോമിയോ മെഡിസിൻസ് എടുക്കുന്നതിൽ നമുക്ക് എന്തെങ്കിലും ഈ പാർശ്വഫലങ്ങളൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ടോ? ഡിമെൻഷ്യ കാരണം ഉണ്ടാകുന്ന ഡിസീസസ് ഉണ്ടാകാറുണ്ട്. ഇപ്പം ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസീസ്, ഡിമെൻഷ്യ വളരെ സിവിയർ ഡിമെൻഷ്യ ഉള്ള ആൾക്കാർക്ക് ഉണ്ടാകുന്ന ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി, ദെൻ ഹൈപ്പർ ടെൻഷൻ, രക്തസമ്മർദ്ദം, ഹൈപ്പർ ലിപ്പിഡീമിയ അല്ലെങ്കിൽ കൊളസ്ട്രോൾ കൂടുക, ബ്ലഡ് ഷുഗർ കൂടുക, ഇതൊക്കെ വളരെ കോമൺ ആയിട്ട് ഉണ്ടാകുന്ന ഇതിന്റെ പാർശ്വഫലങ്ങൾ അല്ലെങ്കിൽ അഡ്വേഴ്സ് എഫക്ട്സ് ആണ്. അത് കൂടാതെ ഹോമിയോപ്പതി മെഡിസിൻ കൊണ്ട് ട്രീറ്റ്മെന്റ് കൊണ്ട് പാർശ്വഫലങ്ങൾ ഉണ്ടാകുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആക്ച്വലി ഹോമിയോപ്പതിക്കലി എടുക്കുന്ന ട്രീറ്റ്മെന്റ്സിനല്ല, ഹോമിയോപ്പതിക്കലി ഓരോ സിസ്റ്റത്തിന് ഓരോ പ്രിൻസിപ്പിൾസ് ഉണ്ട്. ഓക്കെ, ഹോമിയോപ്പതിക്കൽ അല്ലെങ്കിൽ ഹോമിയോപ്പതി പ്രിൻസിപ്പിൾ ബേസ് ചെയ്തിട്ടുള്ള ട്രീറ്റ്മെന്റ്സിന് ഒന്നും സൈഡ് എഫക്ട്സ് ഉണ്ടാവാറില്ല. ദാറ്റ്സ് മീൻസ് ഒരു പ്രോപ്പർ മെഡിക്കേഷൻ അല്ലെങ്കിൽ പ്രോപ്പർ ഡോസ്, പ്രോപ്പർ അഡ്മിനിസ്ട്രേഷൻസ്. ഇപ്പോൾ പലപ്പോഴും നമുക്കിപ്പം ചാറ്റ് GPT അല്ലെങ്കിൽ അതേപോലത്തെ സോഫ്റ്റ്വെയർസോ അല്ല മെഡിസിനും ഡോസും പറഞ്ഞു തരുന്ന സോഫ്റ്റ്വെയർസ് അവൈലബിൾ ആണ്. അല്ലെങ്കിൽ വിക്കിപീഡിയ പോലത്തെ സെർച്ച് ചെയ്യുക അല്ലെങ്കിൽ മെഡിസിൻ സ്വയം സെലക്ട് ചെയ്യുക, അവൈലബിൾ ആണ്. ഇപ്പം നമ്മുടെ ഒരു സോഫ്റ്റ്വെയർസ് ഉപയോഗിച്ചൊരു മെഡിസിൻ അവൈലബിൾ ആണ്. പക്ഷേ ഇതിന്റെ പ്രോപ്പർ മെഡിക്കേഷൻ, പ്രോപ്പർ ഡോസ് ഇത് കൃത്യമായി മാനേജ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വക പാർശ്വഫലങ്ങളും ഉണ്ടാവും. ഹോമിയോപ്പതി മെഡിസിൻ പാർശ്വഫലരഹിതമാണ്. പക്ഷേ ഇതിന്റെ റോങ് യൂസേജ്, ഇപ്പോൾ ഒരു കൺസൾട്ടന്റിനെ കാണുന്നു, ഒരു മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്ത് വാങ്ങുന്നു. സാധാരണ ഹോമിയോപ്പതി ക്ലിനിക്കുകളിൽ നിന്ന് തന്നെയാണ് മെഡിസിൻ കൊടുക്കുന്നത്. ബട്ട് ഒരു പ്രിസ്ക്രിപ്ഷൻ കിട്ടുന്നു, ആ പ്രിസ്ക്രിപ്ഷൻ വെച്ച് കണ്ടിന്യൂസ് ചെയ്ത് പിന്നെ വർഷങ്ങളോളം ട്രീറ്റ്മെന്റ് എടുക്കുക. ഞാൻ ഈ മരുന്ന് കഴിച്ചോളാം എന്ന് തീരുമാനിക്കുന്നത്. ചിലപ്പോൾ ഒരു ഡോക്ടറെ കാണുന്ന, മാസത്തിൽ ഒരിക്കലും ഡോക്ടറെ കാണുന്ന ചെറിയൊരു എമൗണ്ട്, 200, 300, 500 വരുന്ന എമൗണ്ട് ലാഭിക്കാനായിരിക്കും ഈ പരിപാടി ചെയ്യുന്നത്. പക്ഷെ അത് കാരണം നമ്മൾ പ്രതീക്ഷിക്കുന്ന എഫക്റ്റ് ആ ട്രീറ്റ്മെന്റിൽ നിന്ന് കിട്ടുകയുമില്ല, മറ്റ് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുകയും ചെയ്യും. അതുപോലെ ഇപ്പൊ എനിക്കൊരു മെഡിസിൻ എഴുതി തന്നു, അല്ലെങ്കിൽ ഞാൻ ട്രീറ്റ്മെന്റിലാണ്, ഇപ്പൊ പറയണം ഇന്ന മരുന്ന് കഴിച്ചിട്ട് എനിക്ക് നല്ല കുറവുണ്ട്, ആ മരുന്ന് നിന്ന് ഫാർമസി മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കുക. ഈ രണ്ടുപേർക്കും ഒരേ മെഡിസിൻ ആയിരിക്കില്ല, ഒരേ ഡോസ് ആയിരിക്കില്ല ആവശ്യമുള്ളത്, ഒരേ ടൈപ്പ് ഓഫ് റിപ്പീറ്റേഷൻ ആയിരിക്കില്ല, ഡിഫറെന്റ് റിപ്പീറ്റേഷൻ അല്ലെങ്കിൽ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് റിപ്പീറ്റേഷൻ ആയിരിക്കും ആവശ്യം വരുന്നത്. അത് പാർശ്വഫലങ്ങൾ. അതേപോലത്തെ ട്രീറ്റ്മെന്റ്, നമ്മൾ ഇംപ്രോപ്പർ മെഡിക്കേഷൻ, അത് പ്രത്യേകിച്ച് നമ്മുടെ നാട്ടുകാർ വളരെ സന്തോഷവാന്മാരാണ് ഇംപ്രോപ്പർ മെഡിക്കേഷനിൽ. അതുകൊണ്ട് തന്നെ നമ്മളെ പല മെഡിസിൻസിന്റെയും പാർശ്വഫലങ്ങൾ ഉണ്ടാവാനുള്ളൊക്കെ നമുക്കറിയാം. ഏറ്റവും കൂടുതൽ മെഡിസിൻ പാർശ്വഫലങ്ങൾ ഉണ്ടാകുന്ന ഒരു രാജ്യം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇന്ത്യ ആയിരിക്കും. അത് എല്ലായിടത്തും കഴിക്കുന്ന മരുന്ന് തന്നെയാണ് ഇവിടെയും കഴിക്കുന്നത്. പക്ഷെ ഒരു പനി വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും കുറിച്ച് തന്ന ഒരു പാരസെറ്റമോൾ ഉണ്ടെങ്കിൽ അത് ജീവിതകാലം മുഴുവൻ കഴിക്കുന്ന ആൾക്കാരാണ് നമ്മൾ മലയാളികൾ. ആ രീതിയിലുള്ള ഉപയോഗം പാർശ്വഫലങ്ങൾ ഉണ്ടാക്കും. കൃത്യമായ പ്രിൻസിപ്പിൾസ് അനുസരിച്ച് കൃത്യമായ മെഡിക്കേഷൻ ഒരു കാരണവശാലും പാർശ്വഫലങ്ങൾ ഉണ്ടാക്കില്ല. എപ്പോഴും ട്രീറ്റ്മെന്റ് ഒരു ഓതറൈസ്ഡ് അല്ലെങ്കിൽ ലൈസൻസ്ഡ് മെഡിക്കൽ പ്രാക്ടീഷ്യൻസ് നിന്ന് മാത്രമേ എടുക്കാൻ പാടുള്ളൂ. ഡോക്ടർ, നമുക്ക് ഈ ഡിമെൻഷ്യ വന്ന പേഷ്യൻസിന് ഫാമിലിയുടെ സപ്പോർട്ട് അല്ലെങ്കിൽ സോഷ്യൽ സപ്പോർട്ട് ഭയങ്കര ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. അപ്പോൾ ഫാമിലി കൂടെ ഒരു കൗൺസിലിംഗ് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? അത് വളരെ അത്യാവശ്യമാണ്. കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ ആർക്കും സമയമില്ല. ആർക്കും ആരെ കാര്യം, ഒരു വീട്ടിൽ 5 പേരുണ്ടെങ്കിൽ 5 പേരെ കാര്യവും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ശ്രദ്ധിക്കാൻ സമയമില്ലാത്തൊരു കാലഘട്ടത്തിൽ കൂടിയാണ് നടന്നു പോകുന്നത്. പ്രത്യേകിച്ച് ഈ ഡിമെൻഷ്യ അല്ലെങ്കിൽ അൽഷിമേഴ്സ് പോലത്തെ രോഗങ്ങളുടെ ലക്ഷണങ്ങൾ അല്ലെങ്കിൽ ഏറ്റവും വലിയ സഫറർ എന്ന് പറയുന്നത് ഒരു 50+ ഏജിലുള്ള 50 വയസ്സിന് മുകളിലുള്ള പാരന്റ്സ് ആയിരിക്കും. ഇതിന് താഴെ ഉണ്ടെങ്കിൽ പോലും പലപ്പോഴും ശ്രദ്ധിക്കാറില്ല എന്നതാണ് സത്യാവസ്ഥ. അപ്പം അവർക്ക് കിട്ടുന്ന മെന്റൽ ആൻഡ് മോറൽ സപ്പോർട്ട് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതൊരു ഏതൊരു രോഗത്തിനും, ഡിമെൻഷ്യ മാത്രമല്ല ഏതൊരു രോഗത്തിനും കിട്ടുന്ന മെന്റൽ സപ്പോർട്ട് അല്ലെങ്കിൽ മോറൽ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് കിട്ടാതാകുമ്പോഴേക്കും ഈ ഡിസീസ് വളരെ പെട്ടെന്ന് പ്രോഗ്രസ് ആവുകയും ഈ ഡിസീസിന്റെ അതർ ലെവൽസിലുള്ള സിംറ്റം അല്ലെങ്കിൽ ഫിസിക്കൽ ലെവലിലേക്കുള്ളോ അല്ലെങ്കിൽ മറ്റ് അഡ്വേഴ്സ് എഫക്ട്സിലേക്കോ ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. നമുക്കിതറിയാം, ഇപ്പൊ പാരന്റ്സിനെ ശ്രദ്ധിക്കാത്ത ധാരാളം ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട്. വയ്യാതായി കഴിഞ്ഞാൽ അവിടെ കിടക്കട്ടെ എന്ന് വിചാരിക്കുന്ന ധാരാളം ആൾക്കാർ ഉണ്ട് എന്നത് വളരെ സത്യമായ കാര്യമാണ്. പക്ഷെ പറയുമ്പോൾ നമുക്ക് പലർക്കും ഇഷ്ടപ്പെടില്ല, അതൊരു സത്യാവസ്ഥ തന്നെയാണ്. എന്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ വൃദ്ധസദനങ്ങൾ കൂടി വരുന്നു എന്ന് നോക്കിയാൽ മാത്രം മതി എത്രത്തോളം പാരന്റ്സിന് നമുക്ക് സപ്പോർട്ട് കൊടുക്കുന്ന ആൾക്കാരുണ്ട് എന്ന്. ഓക്കെ, അതിന്റെ ഒരു റേഷ്യോ എടുത്ത് നോക്കി നമുക്കറിയാൻ കഴിയും. പക്ഷെ ഒരു സോഷ്യൽ സപ്പോർട്ടും ഫാമിലി സപ്പോർട്ടും ഉണ്ടെങ്കിൽ പകുതി വരെ ഇതേപോലത്തെ അസുഖങ്ങളെ മാറ്റി നിർത്താൻ കഴിയും. ഇപ്പം ഒരു മറന്ന് ഒരു ഇപ്പം ഫോർ എക്സാമ്പിൾ വീട്ടിലെ ഒരു കുക്കർ ഓൺ അല്ലെങ്കിൽ ഒരു ഗ്യാസ് സ്റ്റവ് ഓൺ ചെയ്ത് വെച്ചിട്ട് മറന്നു പോയി, സാധാരണ സംഭവിക്കാൻ പറ്റുന്ന കാര്യമാണ്. ഉണ്ടായി, ഒരു പ്രായമായ ഒരു അമ്മയിൽ നിന്നുണ്ടായി എന്ന് വിചാരിച്ച്
അതിന്റെ പേരിൽ വഴക്കുണ്ടാക്കുകയോ, അല്ലെങ്കിൽ വഴക്ക് പറയാം, ജസ്റ്റ് തെറ്റായി പോയി എന്ന് പറയാം, അതിന്റെ പേരിൽ 3 ദിവസം വഴക്കുണ്ടാക്കാൻ 2 ദിവസം പട്ടിണിക്ക് ഇടുക, ആഹാരം കൊടുക്കാതെ മാറ്റി നിർത്തുക, ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ടോ ചിലപ്പോൾ അതിശയത്തോട് തോന്നുന്നുണ്ട്. ഇതൊക്കെ സംഭവിക്കുന്നുണ്ട് കേരളത്തിൽ. അല്ലെങ്കിൽ നമ്മൾ പത്രവാർത്തകൾ അതേപോലെ പല കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അതേപോലത്തെ ഒരു നെഗറ്റീവ് ഫീഡ്ബാക്ക് കിട്ടുന്നതോടെ ആ രോഗിയുടെ മാനസിക ലെവൽ വളരെയധികം താഴ്ന്നു പോകുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാകുന്നത്. പക്ഷെ അവർ കൃത്യമായ ഒരു സപ്പോർട്ടും കൃത്യമായ ഒരു കൗൺസിലിംഗ് കൊടുക്കുകയാണെങ്കിൽ അത് വളരെ കാര്യങ്ങൾ അല്ലെങ്കിൽ നമുക്ക് ഇമ്പ്രൂവ്മെന്റ്സ് കൊണ്ടുവരാൻ കഴിയും. പലപ്പോഴും നമ്മുടെ നാട്ടിലെ ഫാമിലീസിൽ അച്ഛനും അമ്മയും ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ മാറ്റി നിർത്തുക എന്ന് പറഞ്ഞ അവസ്ഥ ഉണ്ടാവാറുണ്ട്. ആ ഫാമിലിയിൽ ഒരു കാര്യത്തിനും, കാരണം കഴിഞ്ഞ ഒരു 2 വർഷം 3 വർഷം മുമ്പ് അവിടുത്തെ എല്ലാ ഡിസിഷൻ എടുത്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരായിരിക്കും. ഒരു കാലഘട്ടം കഴിഞ്ഞ് അവരുടെ ഒരു വിലയുമില്ലാതെ മാറ്റി നിർത്തുന്ന ഒരു അവസ്ഥയിലേക്ക് പോകാറുണ്ട്. ഇതെല്ലാം അവരുടെ മെന്റൽ ഹെൽത്തിനെ വളരെയധികം ബാധിക്കാറുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കും. ഡോക്ടറിന്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഏതെങ്കിലും ഒരു രോഗിയുടെ ഒരു ടെസ്റ്റിമോണിയൽ ഒന്ന് പറഞ്ഞുതരാമോ? അതിൽ രോഗി ഡീറ്റെയിൽ പറയുന്നത് ശരിയായ രീതിയില്ല, പക്ഷെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ഫാക്ട് ഷെയർ ചെയ്യാം. ഒരു ദിവസം ഇതേപോലെ വൈകുന്നേരം ക്ലിനിക്കിൽ, ഞാൻ കോളേജിൽ വർക്ക് ചെയ്യണം, കോളേജ് കഴിഞ്ഞിട്ട് ക്ലിനിക്കിൽ വരുന്ന സമയത്ത് ക്ലിനിക്കിൽ ആക്സിഡൻ്റലി ഒരു ജംഗ്ഷനിലാണ്. അവിടെ ഒന്ന് KSRTC ബസ്സെല്ലാം വന്ന് തിരിഞ്ഞു പോകുന്ന ഒരു ജംഗ്ഷനാണ്. അവിടെ ഒന്ന് സ്റ്റോപ്പേജ് ഉണ്ട്, ലാസ്റ്റ് പോയിന്റാണ്. അപ്പോൾ ഒരു ബസ്സിൻ്റെ കണ്ടക്ടർ ക്ലിനിക്കിലേക്ക് വരികയുണ്ടായി. പുള്ളി ചോദിച്ചു, ഡോക്ടറെ എനിക്ക് ചെറിയ രീതിയിൽ കാര്യങ്ങൾ മറന്നു പോകും, എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് വേറെ ആയിട്ട് എനിക്ക് പറയാൻ പറ്റുന്നില്ല, പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അതെന്താ അങ്ങനെ? ചിലപ്പോൾ ജോലിയുടെ ടെൻഷൻ കൊണ്ടൊക്കെ ആയിരിക്കും. എന്താ പ്രശ്നം? ഞാൻ പൈസ വാങ്ങും, ടിക്കറ്റ് കൊടുക്കാൻ മറന്ന് ഞാൻ പോവാറുണ്ട്. പുള്ളി പറഞ്ഞ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പുള്ളി പറഞ്ഞൊരു സിമ്പിൾ, ഞാൻ ക്യാഷ് വാങ്ങിച്ചിട്ട് ടിക്കറ്റ് പ്രിന്റ് ചെയ്യും, നടന്നങ്ങ് പോകും. ഇത് കീറി കൊടുക്കാൻ ഞാൻ പലപ്പോഴും മറന്നു പോകുന്നുണ്ട്. ഇത് എനിക്ക് വലിയ പ്രശ്നമാകുന്നുണ്ട്. പലപ്പോഴും എൻ്റെ അടുത്ത് 1-2 പേര് പ്രശ്നം ഉണ്ടാക്കി. ടിക്കറ്റ് തരാതെ നിങ്ങൾ പൈസയായിട്ട് മുങ്ങുന്നില്ല, നിങ്ങൾ പൈസ പോക്കറ്റ് വയ്ക്കുന്നില്ല രീതിയിൽ 1-2 ചെറിയ വിഷയമാണ്. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യുന്നതല്ല. ഇതെന്നെ ഭയങ്കരമായിട്ട് ഇമ്പാക്ട് ചെയ്തു. എനിക്ക് രാത്രി ഉറങ്ങാൻ പോലും പറ്റാത്ത രീതിയിൽ ഇങ്ങനെ ഉണ്ടായി. അതിനെനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പം ഞാൻ പുള്ളിയുടെ കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചു. എന്തുകൊണ്ടാണ് ഈ മറന്നു പോകുന്നതിന് എന്തെങ്കിലും കാര്യം? ഇല്ല, എനിക്ക് കഴിഞ്ഞ ഒരു 3-4 മാസമായിട്ട് ഇതൊരു 4-5 പ്രാവശ്യം എനിക്ക് ഇൻസിഡന്റ് ഉണ്ടായി. ഞാൻ ശ്രദ്ധിക്കുന്ന രീതിയിലുണ്ടായി. ചിലപ്പോൾ ഞാൻ ടിക്കറ്റ് ഇനി പൈസ വാങ്ങിച്ചിട്ട് ഞാൻ ശ്രദ്ധിക്കാതെ ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എനിക്കിത് വലിയൊരു ബുദ്ധിമുട്ടുണ്ടാകുന്നു. അപ്പം അതേപോലെ പുള്ളി പക്ഷേ ഇത് റിക്കഗ്നൈസ് ചെയ്യുകയും, പുള്ളി ഒരു പബ്ലിക്ലി വർക്ക് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് ഇപ്പം ടിക്കറ്റ് കിട്ടിയില്ല, നമ്മൾ പൈസ കൊടുത്ത് ടിക്കറ്റില്ല, നമ്മൾ തന്നെ അടിയുണ്ടാകും. സോ അങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായപ്പോൾ പുള്ളി അതിനെ റെക്കഗ്നൈസ് ചെയ്യാൻ, അഡ്രസ്സ് ചെയ്യാനും തയ്യാറായി എന്നതാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ട്. പുള്ളിക്ക് ഒരു 45-48 ഇയേഴ്സ് ഏജ് ഉള്ള ഒരു ആളായിരുന്നു. അപ്പോൾ പുള്ളി, ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യുകയും ബാക്കി പുള്ളി അസസ് ചെയ്യുകയും പുള്ളിക്കൊരു മെഡിസിൻ കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു 3 monthsനകത്ത് പുള്ളി പിന്നെ ഈ റിപ്പീറ്റഡ് ആയിട്ടുള്ള ഈ ഇഷ്യൂ പറയുന്നില്ല, പക്ഷെ വേറെ കുറേ സിംറ്റംസ് കൂടി പുള്ളിക്ക് ഉണ്ടായിരുന്നു. പക്ഷേ പുള്ളി, എനിക്കത് ഇത് ടെസ്റ്റ് പറയാൻ കാരണം എന്ന് പറയുന്നത്, ആ പുള്ളി ആ ഒരു സിംറ്റം അല്ലെങ്കിൽ നോട്ടീസ് ചെയ്തപ്പോൾ പുള്ളി അതിനെ വന്ന് പറഞ്ഞ് ട്രീറ്റ്മെന്റ് എടുക്കാൻ തയ്യാറായി. ഇതെന്റെ പാർട്ടല്ല എന്ന് പറഞ്ഞിട്ട് ട്രീറ്റ്മെന്റ് എടുക്കാൻ തയ്യാറായി എന്നതാണ് ഏറ്റവും വലിയ അഡ്വാൻസ്. അതുകൊണ്ട് തന്നെ പുള്ളിക്ക് ഈ ഡിസീസിന്റെ പാർട്ട് അല്ലെങ്കിൽ ഈ ഡിസീസ് റീസൺസ് കുറെ മാറ്റി വയ്ക്കാൻ കഴിയും. പുള്ളിയുടെ ലൈഫ് സ്റ്റൈൽസ് ചോദിച്ചാൽ പുള്ളി ഒക്കേഷണലി ആൽക്കഹോൾ ഉപയോഗിക്കാറുണ്ട്, നല്ല രീതിയിൽ സ്മോക്ക് ചെയ്യും, ചെയിൻ സ്മോക്കറാണ്. ഒരു ദിവസം ഏകദേശം 1 പാക്കറ്റ് സിഗരറ്റ് പുള്ളി സ്മോക്ക് ചെയ്യുന്ന ഒരാളായിരുന്നു. സോ ഈ സ്മോക്കിംഗ് ഹാബിറ്റ്സ് അതേപോലത്തെ കാര്യങ്ങൾ, അല്ലെങ്കിൽ കുറേ ഡയറ്റ് ചേഞ്ചസ് പുള്ളിക്ക് അഡ്വൈസ് ചെയ്തിരുന്നു. പുള്ളി ഇത് അക്സെപ്റ്റ് ചെയ്യാൻ റെഡിയായി. പലപ്പോഴും നമ്മളൊരു ട്രീറ്റ്മെന്റ് പറയുമ്പോഴേക്കും ജനറൽ മാനേജ്മെന്റ് ഇങ്ങനെ വേറെ പണിയൊന്നുമില്ല, അങ്ങനെ ഇതൊക്കെ പറയും എന്നുള്ള രീതിയിലാണ് പല പേഷ്യൻസും എടുക്കാറ്. അല്ലെങ്കിൽ ഇതൊന്നും വലിയ പ്രശ്നമല്ലല്ലോ എന്നുള്ള രീതിയിൽ പലപ്പോഴും എടുക്കാറുണ്ട്. സാധാരണ സംഭവിക്കുന്നതല്ലേ എന്നുള്ള രീതിയിൽ എടുക്കാറുണ്ട്. അത് അങ്ങനെ എടുക്കാതെ ഇത് പുള്ളിയുടെ കംപ്ലൈന്റ് പുള്ളി അഡ്രസ്സ് ചെയ്യാനും പുള്ളി അതിനനുസരിച്ച് ചേഞ്ച് ചെയ്യാനും തയ്യാറായി എന്നതാണ് ഏറ്റവും വലിയ അഡ്വാൻസ്. അതുപോലെ ധാരാളം കേസസ് നമുക്ക് പറയാൻ കഴിയും. വളരെ സിവിയർ ആയിട്ടുള്ള കേസസ് വരെ വരുന്ന ആൾക്കാരുണ്ട്. ഒരു സാധാരണ CA ട്രീറ്റ്മെന്റിന്റെ ഒക്കെ പാർട്ടായിട്ടുണ്ടായിരിക്കാം. ഇതുപോലെ സിവിയർ ഡിമെൻഷ്യ, വീട്ടില് ലേഡി കത്തി എടുത്ത് ഞാൻ ഇവിടെ വെച്ചു എന്ന് മറന്നു പോവുക, അന്വേഷിച്ച് കിടക്കുക. ഏറ്റവും വലിയ പ്രശ്നം മക്കളുടെ പേര് മറന്നുപോയി എന്നതാണ് അവർ പറഞ്ഞത്. കീമോതെറാപ്പി ഒക്കെ ചെയ്തെന്ന് പറഞ്ഞില്ല. അപ്പൊ അതിന്റെയൊക്കെ ചിലപ്പോൾ അഡ്വൈസ് എഫക്റ്റ് ആയിരിക്കാം. എനിക്ക് എന്റെ മോന്റെ പേര് ഓർമ്മയില്ല. അവർ വന്നിരുന്ന വീട്ടിൽ വന്നിരുന്ന ഫ്രണ്ടിൽ എന്റെ മോന്റെ പേര് ഞാൻ മറന്നുപോയി എന്ന് പറഞ്ഞ് കരയുകയാണ്. അപ്പം അവരുടെ ആ ഒരു, നമുക്ക് പേര് മറന്നുപോയാലേ നമുക്ക് ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷെ അവരുടെ ആ മാനസികാവസ്ഥ എന്ന് പറഞ്ഞാൽ വലിയൊരു ഫാക്റ്റാണ്. അവർക്ക് അതുണ്ടാക്കുന്ന ഇമ്പാക്റ്റ് അവർക്ക് ബാക്കി അവരുടെ കംപ്ലീറ്റ് ലൈഫ് സ്റ്റൈൽസിനും കംപ്ലീറ്റ് ഹാബിറ്റ്സിനും ചേഞ്ചസ് ഉണ്ടാക്കും.
ഇതേപോലത്തെ കേസസ് ഒക്കെ വളരെ നമുക്ക് ചില കേസൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സിംറ്റംസ് ആയിരിക്കും നമുക്ക് തോന്നുന്നു. പക്ഷെ ഇതിനെ മാനേജ് ചെയ്യുക എന്ന് പറയുന്നത് ടു ഡിഫിക്കൽറ്റിയാണ്. കാരണം ഇവരുടെ ആ ഒരു അക്യൂട്ട് ഷോക്കിൽ നിന്ന് ഇവരെ വിഡ്രോൺ ചെയ്ത് കൊണ്ടുവരുന്നതാണ് ഏറ്റവും ഡിഫിക്കൽറ്റി ഉള്ള ടാസ്ക്. ഡിമെൻഷ്യയിൽ ഹോമിയോപ്പതി ട്രീറ്റ്മെൻറ്റ് ഉണ്ടോ എന്നൊക്കെ ചിലപ്പോൾ എല്ലാവർക്കും അറിഞ്ഞൂടായിരിക്കും. അപ്പോൾ ഈ പബ്ലിക്കിൽ കുറേ തെറ്റിദ്ധാരണകൾ ഉണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് എന്തൊക്കെയാണെന്ന് പറയാം. ഇതിൻ്റെ അകത്ത് നമ്മുടെ നാട്ടിൽ ഏറ്റവും രസകരമായ കാര്യം എന്ന് പറയുന്നത് ഈ ഡിമെൻഷ്യ അല്ലെങ്കിൽ മറവി ഇത് അഡ്രസ് ചെയ്ത് അവന് വട്ട് എന്ന് പറഞ്ഞ ഒറ്റ ടേമിൽ അങ്ങ് മാറ്റുകയാണ് ചെയ്യുന്നത്. അവൻ തലക്ക് സുഖമില്ല, നമ്മൾ കിളി പോയി അല്ലെങ്കിൽ അവൻ ഇപ്പോഴത്തെ രസത്തിൽ ഇത് ഒരു 10-40 വയസ്സിന് താഴെയുള്ളവരാണ് അവൻ കഞ്ചാവെന്ന് പറഞ്ഞില്ല. അതാണ് ഇപ്പോഴത്തെ ഒരു കോമൺ ട്രെൻഡ്. അല്ലെങ്കിൽ പറയാം അവരെന്തൊക്കെ വലിച്ച് കിളി പോയി അതാണ് നടക്കുന്നത്, അവന് ബോധമില്ല എന്നുള്ള രീതിയിലായിരിക്കും പറയുന്നത്. പലപ്പോഴും ഈ അൾഷിമേഴ്സ് പോലത്തെ അസുഖങ്ങൾ അല്ലെങ്കിൽ പാർക്കിൻസൺ അൾഷിമേഴ്സ് പോലത്തെ അസുഖങ്ങൾ ഈ നടക്കുന്ന രീതി വാക്കിംഗ് സ്റ്റൈൽസിനൊക്കെ ചേഞ്ചസ് ഉണ്ടാവും. ചിലപ്പോൾ അവൻ വെള്ളം ഒഴിച്ച് നടക്കുന്നു എന്ന് പറയുന്ന കേസസ് സാധാരണ ഉണ്ടാവാറുണ്ട് നമ്മുടെ നാട്ടുകാർ എങ്ങനെയൊക്കെയാണ് ചില കാര്യങ്ങളിൽ. സോ പലപ്പോഴും ചിന്തിക്കുന്ന കാര്യമാണ് ഡിമെൻഷ്യ പോലെ ഇതേപോലത്തെ അസുഖത്തിൽ ഹോമിയോപ്പതി കൊണ്ട് എന്ത് ചെയ്യാനാണ് എന്ന് പലപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ. അല്ലെ പലപ്പോഴും ആണ് ഇതിലൊന്നും പ്രത്യേകിച്ചൊന്നുമില്ല. ഇത് ഏതെങ്കിലും വട്ടന് ഭ്രാന്തിന് ചികിത്സിക്കുന്ന ഡോക്ടറെ പോയി കാണണം എന്നതാണ് സാധാരണ എല്ലാവരുടെയും ഒരു കാഴ്ചപ്പാട്. അങ്ങനെയല്ല. കാരണം പലപ്പോഴും ഇതുണ്ടാകുന്ന ചെറിയ കാരണങ്ങളും ഉണ്ടാകുന്നതായിരിക്കും. വളരെ നല്ല ട്രീറ്റ്മെൻറ്റ് എല്ലാ സിസ്റ്റത്തിലും ഞാൻ ഹോമിയോപ്പതി എന്ന് മാത്രമല്ല എല്ലാ സിസ്റ്റത്തിലും അവൈലബിൾ ആണ്. ഏത് സിസ്റ്റം ചൂസ് ചെയ്യണം എന്നുള്ളത് ഒരു രോഗിയുടെ ബൈസ്റ്റാൻഡറുടെയും തീരുമാനമാണ്. പക്ഷെ നമ്മളൊരു മുൻധാരണയോടെ ഒരു കാരണവശാലും ഒരു ഡിസീസിനെ അപ്രോച്ച് ചെയ്യാൻ പാടില്ല. ഒരു ചെറിയൊരു സിംറ്റം കണ്ട ഉടനെ ഇതാണ് എന്നുള്ള മുൻധാരണ ഒരു കാരണവശാലും പാടില്ല. സപ്പോർട്ട്, ഫസ്റ്റ് തിങ് സപ്പോർട്ട്. അവർ രോഗിയെ സപ്പോർട്ട് ചെയ്യുകയാണ് ആദ്യം വേണ്ടത്. ഡോക്ടർ, പിന്നെ നമ്മുടെ ഹോമിയോപ്പതിയിലുണ്ടല്ലോ ഈ ഡിമെൻഷ്യയെ കുറിച്ചിട്ട് എന്തെങ്കിലും സയന്റിഫിക് ആയിട്ടുള്ള റിസർച്ച് എന്തെങ്കിലും നടക്കുന്നുണ്ടോ ഇപ്പോൾ? ധാരാളം. ഹോമിയോപ്പതി മാത്രമല്ല എല്ലാ സിസ്റ്റവും ഡിമെൻഷ്യയെ കുറിച്ച് റിസർച്ച് നടത്തുകയാണ്. കാരണം മെഡിക്കൽ സിസ്റ്റം ഡെയിലി ഇത്രയും കേസ് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഇതാവുമ്പോഴേക്കും ഉറപ്പായിട്ടും മെഡിക്കൽ സിസ്റ്റം അതിനെ കുറിച്ച് കൂടുതൽ സ്റ്റഡീസ് നടത്തും. ഇപ്പോൾ ഹോമിയോപ്പതിയിൽ തന്നെയാണെങ്കിൽ ധാരാളം റിസർച്ചസ് ഈ ഡിമെൻഷ്യയുടെ റീസൺ കണ്ടുപിടിക്കാനുള്ള റിസർച്ചസ് നടക്കുന്നുണ്ട്. ഈ ഡയറ്റ് ഹാബിറ്റും ഡിമെൻഷ്യയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളൊരു സ്റ്റഡി നടക്കുന്നുണ്ട്. മീൻസ് ഇപ്പം ഏതെങ്കിലും സ്പെസിഫിക് ടൈപ്പ് ഓഫ് ഫുഡ് കഴിക്കുന്നവർക്ക് ഡിമെൻഷ്യ കൂടുതലായിട്ട് ഉണ്ടാകുന്നുണ്ടോ, അങ്ങനത്തെ സ്റ്റഡീസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഏത് ഗ്രൂപ്പ് ഓഫ് ആളുകളിലാണ് ഏറ്റവും കൂടുതൽ ഡിമെൻഷ്യ ഉണ്ടാകുന്നത് ടൈപ്പ് ഓഫ് ഡിമെൻഷ്യ വെച്ച് സ്റ്റഡി നടത്തുന്നുണ്ട്. യങ്സ്റ്റേഴ്സിൽ ഡിമെൻഷ്യ അസസ് ചെയ്യുന്ന സ്റ്റഡി നടത്തുന്നുണ്ട്. ദെൻ ഫ്യൂ മെഡിസിൻസ്, ഞാൻ പറഞ്ഞില്ല ചില മെഡിസിൻസ് കൂടുതലായിട്ട് ഇൻഡിക്കേറ്റഡ് ആണ്. ആ മെഡിസിൻ്റെ എഫക്റ്റീവ്നെസ് എത്രത്തോളം ഡിമെൻഷ്യയിൽ എഫക്റ്റീവ് ആകുന്നു എന്നുള്ള സ്റ്റഡീസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. മോസ്റ്റ് റീസെൻ്റ്ലി കമ്പാരിറ്റീവ് സ്റ്റഡീസ് നടക്കുന്നുണ്ട്. അതർ സിസ്റ്റം അല്ലെങ്കിൽ അതർ സിസ്റ്റം ഓഫ് MOUs വെച്ചിട്ട് അതർ സിസ്റ്റം ഓഫ് ട്രീറ്റ്മെൻറ്റും ഹോമിയോപ്പതിയും തമ്മിലുള്ള കമ്പാരിറ്റീവ് റിസൾട്ട്സ് എത്രത്തോളം അത് ഓരോ സ്റ്റേജ് വെച്ച് മാറും. പ്രീ ക്ലിനിക്കൽ സ്റ്റേജിൽ, ക്ലിനിക്കൽ സ്റ്റേജ്, അഡ്വാൻസ് സ്റ്റേജിലൊക്കെ ഡിഫറെൻറ്റ് സ്റ്റേജ് വെച്ചിട്ട് കമ്പാരിറ്റീവ് സ്റ്റഡീസ് നടത്തുന്നുണ്ട്. ഏത് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഏതാണ് എന്നുള്ളത്. അങ്ങനെ ധാരാളം സ്റ്റഡീസ് വേൾഡ് വൈഡ് ഡിമെൻഷ്യയെ കുറിച്ച് ധാരാളം സ്റ്റഡീസ് നടത്തുന്നുണ്ട്. നമുക്ക് നെറ്റിൽ അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും ഇപ്പം എന്താ അസുഖം മുതൽ ആദ്യം അടിച്ചു നോക്കുന്നത് നെറ്റിലടിച്ച് ഡിമെൻഷ്യ അല്ലെങ്കിൽ ഡിമെൻഷ്യ റിസർച്ചസ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ ധാരാളം വാലിഡ് റിസർച്ച് പേപ്പേഴ്സ് കാണാൻ പറ്റും എല്ലാ സിസ്റ്റത്തിലും. സോ ധാരാളം സ്റ്റഡീസ് ഈ ഡിമെൻഷ്യയിൽ നടക്കുന്നുണ്ട്.